അഴിമതി ആരോപണത്തിലെ വിജിലൻസ് അന്വേഷണത്തിന് പിന്നാലെ കൊച്ചി മേയർ മിനിമോളുടെ രാജി ആവശ്യം ശക്തമാവുകയാണ്. കോർപ്പറേഷൻ കൌൺസിൽ യോഗം നടക്കുന്നതിനിടെ രാജി ആവശ്യപ്പെട്ട് പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. പരാതി ഉയർന്നതോടെ 3 ലക്ഷം രൂപ മിനിമോൾ തിരികെ നൽകിയെങ്കിലും അഴിമതി പണം തിരിച്ചു നൽകിയാൽ കേസ് തീരില്ല എന്നായിരുന്നു വിജിലൻസ് കോടതിയുടെ നിലപാട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, റിപ്പോർട്ട് പുറത്തുവിട്ട വാർത്തയാണ് മിനിമോളുടെ കൌൺസിലർ ആയിരിക്കെ നടന്ന ഈ 3 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങി അനങ്ങാതിരുന്നു എന്നുള്ള വിവരം. അതിൽ വിജിലൻസ് കോടതി എടുത്ത നിലപാട് അവിടെ നിൽക്കുകയാണ് മിനിമോൾ മേയർ ആവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നത്? 2008-2009 കാലത്താണ് KG ഓക്സ്ഫോർഡ് സിംഫണി അപ്പാർട്ട്മെന്റ് എന്ന ഫ്ളാറ്റ് സമുച്ചയം പാലാരിവട്ടം കളവത്ത് ക്രോസ് റോഡിൽ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ഈ സമീപത്തെ റോഡ് തകർന്നപ്പോൾ 2018 ഈ റോഡ് തകർന്നത്. ആ സമയത്താണ് കൗൺസിലറായിരുന്ന VK മിനിമോൾ ഈ നിർമ്മാണ കമ്പനിയുമായി ഈ റെസിഡന്റ് അസോസിയേഷനുമായി ചർച്ച നടത്തുകയും ഈ പണം തന്റെ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. 3 ലക്ഷം രൂപയായിരുന്നു അന്ന് മിനിമോളുടെ അക്കൗണ്ടിലേക്ക് നിർമ്മാണ കമ്പനി കൈമാറിയത്. പിന്നീട് ഈ റിപ്പോർട്ടർ ഈ കത്ത് നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ പണം ചോദിക്കുന്ന കത്തും ഒപ്പം ഓഡിയോ സന്ദേശവും നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. 2019 റോഡ് പണി തുടങ്ങി 2020 ഈ റോഡ് പണി പൂർത്തിയാക്കി. അതിന് പിന്നാലെ 2 ലക്ഷം രൂപ കൂടി തനിക്ക് നൽകണമെന്ന് മിനിമോൾ റെസിഡന്റ് അസോസിയേഷന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇതിൽ സംശയം തോന്നിയ ഈ അസോസിയേഷൻ വിവരാവകാശം വരി അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിലാണ് ഈ ചതി അവർക്ക് മനസ്സിലാകുന്നത്. കോർപ്പറേഷന്റെ പണം ഉപയോഗിച്ചാണ് ഈ റോഡ് പണിതതെന്നും മിനിമോൾ 3 ലക്ഷം രൂപ തന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിയ പണം ഈ റോഡ് പണിക്കായി ഉപയോഗിച്ചിട്ടില്ല എന്നുമായിരുന്നു അവർ കണ്ടെത്തിയത്. തുടർന്ന് വിജിലൻസിന് പരാതി നൽകുന്നു. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലും ഗുരുതരമായ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അഴിമതിയാണ് ഇതിൽ കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ഇന്ന് കൗൺസിൽ യോഗം ആരംഭിക്കാനിരിക്കെ മിനിമോൾക്കെതിരെ പ്രതിപക്ഷം രാജി ആവശ്യം ശക്തമാക്കുന്നത്. അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തെ നേരിടണമെന്നും ഒപ്പം രാജിവെച്ചു പോകണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തി കോർപ്പറേഷൻ യോഗത്തിൽ പ്രതിഷേധിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.